കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ വളരുന്ന മൃഗങ്ങളെ നോക്കി 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 ഒരു കോഴി ആയിക്കോട്ടെ, ആ കോഴി മുട്ടയിടാനാകുമ്പം എല്ലാ ദിവസവും ഒരേ മുട്ട കിട്ടും എന്നൊരു സന്തോഷം. മുട്ടയിടാതെ നടക്കുന്ന കോഴിയാണെങ്കിൽ ദൈവമേ നന്ന കൊഴുത്തു നിൽക്കുക, ഇതിനെ എന്നായിരിക്കും അമ്മ ഒന്ന് പിടിച്ച് അറുത്ത് കറിയാക്കുന്നത് എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുണ്ടാവില്ലേ. ഇനി ആടാണെങ്കിലോ, ഇതും ഒരു 2 ദിവസം തിന്നാനുള്ള ആടുണ്ട്. കാളയാണെങ്കിലോ, കാളക്കുട്ടി നല്ല കൊഴുത്തൊരിച്ച് കാളക്കുട്ടിയാ. ഒരു വീട്ടില് ഒരിക്കലും കാളക്കുട്ടീനെ തല്ലിക്കൊല്ലത്തില്ല, നമ്മൾ അതിന് മുതലുകയില്ല. കാരണം നമുക്ക് തന്നെ തിന്ന് തീർക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ചന്തയെ കൊണ്ട് കൊടുക്കും. ചന്ത കയ്യിൽ അത് വിറ്റ് അതിനകത്തുനിന്ന് ഒരു പീസ് നമുക്ക് നല്ലൊരു ശതമാനം ഇറച്ചി നമ്മൾ മേടിച്ചിട്ട് വരും. അത്രേ ചെയ്യാറുള്ളൂ. എന്തായാലും നിങ്ങൾക്കറിയോ, ഒരു വീട്ടിൽ കുറച്ച് ദിവസമായിട്ടൊരു കാളക്കുട്ടി ഇങ്ങനെ നിൽക്കുക. ആടുണ്ട്, കാളയുണ്ട്, പല സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ അവൻ വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും ഒരു തൃപ്തിയില്ലായ്മ അകത്തുള്ളത് മാത്രമല്ല, അവന്റെ ഉള്ളിൽ ഒരു ചിന്തയും കൂടെ ഉണ്ട്. ഈ അപ്പൻ എന്നാ ക്രൂരനാ, ഞാൻ ഒരു കാളനെയൊക്കെ അറക്കുന്ന കാര്യം എങ്ങനെ ഈ അപ്പനോട് പറയുക? അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു കോഴീനെ പോലും ഈ അപ്പൻ കൊന്നില്ല. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? അവന്മാരെല്ലാം കൂടെ ആണെങ്കിൽ തീറ്റിപ്പണ്ടാരങ്ങളാണ് താനും. എന്നാൽ ഒരു കോഴീനെ അങ്ങനെ കൊന്ന് കപ്പ ഉണ്ടാക്കി കൊടുത്തായിരുന്നെങ്കിൽ അവന്മാർക്കൊരു സന്തോഷമായിരുന്നു, എനിക്കൊരു മാനം ഉണ്ടായേനെ. ഇത് അതുപോലും ചെയ്തില്ല. ഈ അപ്പൻ എന്നാ സാധനമാണെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചീറി നടക്കുക ഉള്ളില്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്റെ അനിയൻ നാട് വിട്ടു പോയത്. അവൻ നാട് വിട്ടു പോയി. എന്നാ അവന്റെ കാല് കൈ പിടിച്ച് പറഞ്ഞ് പോണ്ടറ ഇവിടെ നിൽക്കാൻ പറഞ്ഞെങ്കിലും അവൻ നിന്നില്ല. അവന്റെ എന്താ പറയാ, അവന്റെ സ്വത്തിന്റെ പകുതിയൊക്കെ മേടിച്ച് അവനെ സ്ഥലം വിട്ടു. അവൻ പോയി. ഇനിയിപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ഈ ചെറുക്കന് മാത്രമേ ഉള്ളൂ. ഇവന് മാത്രമുള്ള സംവിധാനം ഇവിടെ ഉള്ളൂ. അവന്റെ ആണ് ഈ കാള, അവന്റെ ആണ് ഈ ആട്, അവന്റെ ആണ് ഈ കോഴി. അവന് വേണമെങ്കിൽ ഒരു കോഴീനെ എടുത്ത് കൊന്ന് പാകം ചെയ്ത് തന്റെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പനൊന്നും പറയത്തില്ല. കാരണം ഇവനുള്ളതാണല്ലോ എല്ലാം. പിന്നെ അപ്പനെല്ലാം പറയാൻ നിൽക്കുമോ? അവൻ അതിക്രമം ഒന്നും കാണിക്കാതിരിക്കാൻ അവനെ തടയുന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്പം തടയുകയില്ല. കാരണം ഒത്തിരി കോഴി, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു 2000 കോഴി ഉണ്ടെന്ന് വെച്ചു. 2000 കോഴി ഉണ്ടെന്ന് വെച്ചു. നിങ്ങളുടെ മകൻ വന്ന്, നിങ്ങൾക്ക് 2 മക്കളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മോനേ ഉള്ളൂ. ആ മോൻ വന്ന് പറയാം, അപ്പാ ഞാൻ ഇന്ന് രാവിലെ കോഴിക്കുട്ടി പോയി പറഞ്ഞതിനെ പിടിച്ചു കേട്ടോ, എന്നിട്ട് ഞാനേ അതിനെ കൊന്ന് അമ്മയുടെ കൊടുത്ത് അമ്മ അത് കറി വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേടാ 2000 കോഴി ഉണ്ടായിരുന്നു, അതിനകത്ത് നാളോടാ നീ പറഞ്ഞെടുത്തേ എന്ന് പറഞ്ഞാൽ അപ്പൻ വീങ്ങിപ്പൊട്ടി കരയെ ഉടന്ന്. നിങ്ങൾക്ക് അറിയത്തില്ല. അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുമാടുകൾ സമ്പത്ത് ഭയങ്കരമാണ്. സത്രം. ഒറ്റ പ്രസവത്തിൽ ഒരു ആട് 2-3 കുട്ടികളായിരുന്നേ. പന്നിയാണെ പറയുകയും വേണ്ട. സ്തോത്രം. ഈ അവസ്ഥയിൽ പോകുന്ന സമയത്താണ് ഈ ചെറുപ്പക്കാരന് ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ ഈ വീട്ടിനകത്ത് വിമ്മിഷ്ടമായിട്ട് നിൽക്കുന്നു വേണേ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്റെ അനിയൻ ഊരി തിരിച്ചു വരിക. അവന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. 15-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊരു വാക്യം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ഇവൻ പറയുന്ന ഒരു വർത്തമാനാണ്. ഈ മൂത്തവൻ, വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കേ തിന്നുകളഞ്ഞ. അപ്പൊ തിന്നാൻ ഇവന് കിട്ടിയില്ല. അതാണ് ഇവിടെ പ്രശ്നം കേട്ടോ. ഇവൻ കൊണ്ട് തിന്നുകളഞ്ഞു. പക്ഷെ ഞാനിവിടെ ഇരിപ്പുണ്ട്, എനിക്ക് ഈ തൊഴുത്തി കിടക്കുന്ന ഓർത്തരെ തിന്നാൻ കിട്ടിയില്ല. സാത്രം. ആ ഒരാടിനെ ഒന്ന് അറുത്തായിരുന്നെങ്കിൽ ഞാനും എന്റെ കൂട്ടുകാരും ഒന്ന് ഉഷാറായേനെ. സ്വത്രം. തിന്നാൻ കിട്ടിയില്ല. നിന്റെ മകൻ വന്നപ്പോഴേക്കോ. അപ്പൊ അവനൊരു കാര്യം ഉറപ്പിച്ചു, ഇത് മകൻ തന്നെയാണ് വന്നത്. സ്വത്രം. വീട്ടിൽ നിർത്തും പുറത്തു പോയാൽ നമ്മൾ അവനെ മകൻ എന്നൊക്കെ വിളിക്കുവോ? ചെകുത്ത എന്തെല്ലാം പേരാ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങളുടെ വായിൽ ഇപ്പൊ ഒരേ പേര് വന്നിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഈ ചേട്ടനൊട്ടും മോശമൊന്നും അല്ല കേട്ടോ. അവൻ പറഞ്ഞ നിന്റെ മകൻ എന്ന് തന്നെയാ പറഞ്ഞത്. വന്നപ്പോഴേക്കോ
തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. പിടികിട്ടിയോ? ഞാൻ ഈ വീട്ടിൽ ഇത്ര കാലത്ത് എന്നിട്ട് എനിക്ക് കിട്ടിയില്ല, പക്ഷെ നിനക്ക് കിട്ടി, അവന് കിട്ടി. ഇനി അവന് കിട്ടാൻ അവൻ യോഗ്യനല്ല എന്നാ പറയുന്നത്. ഞാൻ യോഗ്യനാണ്, അവൻ യോഗ്യനല്ല. സ്തോത്രം. ഈ പയ്യൻ പറഞ്ഞത് ഈ മൂത്തവൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ മൂത്തവൻ മനസ്സിലാക്കാതെ പോയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവിടെയാണ് ഈ മൂത്തവൻ പറഞ്ഞ കാര്യം അബദ്ധമായി പോയത്. സ്തോത്രം. ഈ മൂത്തവന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്റെ അപ്പൻ സമ്പത്ത് ഒത്തിരി ഉണ്ടെങ്കിലും എന്റെ അപ്പൻ മഹാദയുള്ളവനും മഹാമനസ്കനും മഹാകരുണയുള്ളവനുമാണെന്ന് ഈ മൂത്തവന് മനസ്സിലായില്ല. ഇവനിങ്ങനെ പോയാൽ തിരിച്ചു വരുമ്പോ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവന്റെ കായ്ക്ക് മോതിരിട്ട് അവന്റെ കാലിന് ചെരുപ്പിട്ട് അവനെ പുതിയ വസ്ത്രം ധരിപ്പിച്ച് അവന് വേണ്ടി കോലായി നിൽക്കുന്ന കാളേനെ തട്ടുമെന്നുള്ളത് ഇത്ര മഹാമനസ്കതയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള, ആർദ്രതയുള്ള ഒരപ്പനാണ് എന്റെയും അപ്പൻ എന്നൊരു തിരിച്ചറിവ് ഈ ചങ്ങാതിക്ക് ഇല്ലാതെ പോയി. സ്വത്രം. അപ്പൻ അവന്റെ ആ വർത്തമാനത്തിന് ഒരൊറ്റ മറുപടി പറയുന്നുണ്ട്. സ്വത്രം. അതിനവൻ മകനോട് 31 വാക്യം, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിലും എന്റെ സ്നേഹം എന്താണെന്നും ഞാൻ ആരാണെന്നും നിനക്ക് ഇന്ന് വരെ പിടികിട്ടിയിട്ടില്ല കുഞ്ഞേ. ആ വർത്താനത്തിനകത്ത് അത്രയും അർത്ഥങ്ങളുണ്ട് അല്ലേ? ഇത്ര കാലം നമ്മളൊക്കെ ഈ മുഴുവനായ പുത്രനെ മഹാമോശമാക്കി പറയെങ്കിലും ഇവന്റെ ചേട്ടനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായിരുന്നു നമ്മുടെ ചിന്ത. അവനോട് പറയുക, നീ എന്റെ കൂടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കിന്ന് വരെ എന്നെ പിടികിട്ടിയിട്ടില്ല. സ്വതന്ത്രം. ഞാൻ ആരാണെന്ന് നിന്റെ ചിന്താഗതിയിൽ ഇതുവരെയും എന്താണെന്ന് നിനക്ക് തന്നെ ബോധ്യം വന്നിട്ടില്ല. അതാണ് സത്യം എന്ന് മകനോട് പറയുക, മൂത്തവനോടെ. ഇളയവൻ ഇത് കേട്ടോണ്ട് അവിടെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ ചിരിക്കാൻ ചിലപ്പം കൈ പൊത്തിക്കാണും. കാരണം ഇത്രയും വലിയൊരു മണ്ടൂസായിരുന്നല്ലോ എന്റെ ചേട്ടൻ. ഇത്രയും വലിയ ഈ അപ്പന്റെ കൂടെ ഇത്ര കാലം നിന്നിട്ട് ഈ കാളയൊക്കെ ഇവിടെ കിടന്നിട്ട് ഇത്രയും ആടുമാടും ഒട്ടകവും ഈ കോഴിയും താറാവും സകല സാധനം ഇവിടെ ഉണ്ടായിട്ട് ഇവനിങ്ങനെ പട്ടിണി നടക്കുകയാണല്ലോ എന്ന് ഓർത്ത് ആ ഇളയവനെ അവൻ ചിരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സാധനം. പണ്ടൊരിക്കലേ ഒരു മനുഷ്യൻ അവൻ കപ്പൽ യാത്രയ്ക്ക് പോയി. അദ്ദേഹം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ആ കൗണ്ടറിൽ പറഞ്ഞു, എനിക്ക് അതിനകത്തുനിന്ന് യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളൂ. അപ്പൊ അവിടുത്തെ ലക്ഷറി കപ്പലിന്റെ കാര്യത്തെക്കുറിച്ച് അവര് ഗൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കിട്ടുന്ന ഭക്ഷണമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഭയങ്കര ലക്ഷറി ഫുഡുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ഉല്ലസിക്കാൻ സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര കാഴ്ച കാണാനുള്ള സൗകര്യങ്ങളുണ്ട്, ഹോം തിയേറ്ററുകൾ, എന്തുകൊണ്ട് സകല ആഡംബരം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുത്താലേ ഇതിനകത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യേണ്ട ദിവസമായി. യാത്ര ചെയ്യുന്നതിന് മുമ്പ് പുള്ളി ടൗണിൽ പോയി കുറെ സാധനങ്ങൾ മേടിച്ചു. കാരണം കപ്പൽ യാത്ര ചെയ്യല്ലേ, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടി പുള്ളി കുറെ സാധനങ്ങൾ, കുറെ ബ്രെഡ്, ജാം, കുറെ ഉണക്കമുന്തിരിങ്ങ, ഇതെല്ലാം സാധനം എല്ലാം പുള്ളി മേടിച്ചു. 15 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. 15 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. പുള്ളി ഇതെല്ലാം മേടിച്ച് കപ്പലിനകത്ത് കയറി. പുള്ളിക്കൊരു ഡെക്കിൽ സൗകര്യം കിട്ടി കിടക്കാൻ. ആ പുള്ളിയുടെ റൂം കാണിച്ചു കൊടുത്തു. പുള്ളിയുടെ റൂമിൽ ഒരു പുറത്ത് കടലിലേക്ക് ജനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു റൂമാണ് പുള്ളിയുടെ. അവിടെ പോയി പുള്ളിയുടെ സാധനമൊക്കെ അവിടെ വെച്ചു. പുള്ളിയുടെ സുഖമായിട്ടിരിക്കുക. പുള്ളി പകൽ സമയത്ത് കപ്പലിന്റെ ഡെക്ക് മേലെ പോവും. മേലെ ചെന്ന് മുകളിൽ ചെന്ന് എല്ലാം കാണാൻ, കടലിലേക്ക് ദൂര കാഴ്ചകൾ കണ്ടു നിൽക്കും. അവിടെ ഒത്തിരി പേര് ഉല്ലസിക്കുന്നുണ്ട്, ഒത്തിരി പേര് റോപ്പിൽ കയറുന്നുണ്ട്, ഒത്തിരി പേര് ആഘോഷപരമായ കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട്. പലരും പല ഊഞ്ഞാലെ കയറിയാടുന്നു, പല പരിപാടികൾ. ഈ മനുഷ്യൻ ഇതെല്ലാം സൈഡിൽ നിന്ന് കണ്ടിട്ട് വൈകിട്ട് വീട്ടിൽ തന്റെ റൂമിലേക്ക് ഇറങ്ങി വരും. പെട്ടെന്നൊരു അനൗൺസ്മെന്റ്, 15 ദിവസത്തെ നമ്മുടെ യാത്ര 5 ദിവസം കൊണ്ടും കൂടെ തുടരുന്നതായിരിക്കും. കാരണം പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസുകളൊന്നും വാങ്ങത്തില്ല. നിങ്ങളുടെ അതേ ടിക്കറ്റിൽ തന്നെ നിങ്ങൾക്ക്
5 ദിവസം കൂടെ ഇവിടെ തുടരാം എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ നോക്കിയപ്പോഴത്തേക്ക് ഇനി 2 ദിവസത്തേക്കുള്ള ബ്രെഡേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. ബ്രെഡ് പുള്ളി ഇത്ര ദിവസമായില്ലേ, 10 ദിവസമായില്ലേ ഈ ബ്രെഡും കൂടെ നടക്കാൻ. 10 ദിവസം കൊണ്ട് ഈ ബ്രെഡ് റസ്കായി എന്ന് പറഞ്ഞാൽ ഉണങ്ങി. പുള്ളി ഇങ്ങനെ കടിച്ചു പറിച്ച് ഇങ്ങനെ നിൽക്കുക. 5 ദിവസം തീരാനായി. എല്ലാവരും അവൻ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമായി. കപ്പൽ കരയ്ക്കടുത്തു. ആളുകളെല്ലാം ഇറങ്ങി വന്നു. ഓരോരുത്തർ അവരുടെ പെട്ടിയായിട്ട് വരുക. ഇദ്ദേഹം ഇത്ര ദിവസം ഈ ബ്രെഡിൽ നിന്ന് നടന്ന ആളല്ലേ, ഏത് പരുവത്തിലായിരിക്കും. പുള്ളിക്കാരൻ ഇറങ്ങി വന്ന ഉടനെ അവിടെ ഇറങ്ങുന്ന വഴിക്ക് കപ്പലിന്റെ ആൾക്കാർ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര എന്ന് ചോദിച്ചു. ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, യാത്ര നന്നായിരുന്നു, വളരെ നല്ല യാത്രയായിരുന്നു. പക്ഷെ ഒരു 5 ദിവസത്തെ യാത്ര വളരെ കഷ്ടമായിരുന്നു എനിക്ക്. അതെന്ത് പറ്റി? അതെ, ഞാൻ കൊണ്ടുപോയ ബ്രെഡ് തീർന്നു പോയായിരുന്നു. പിന്നെ ബ്രെഡ് ഉണങ്ങി അത് റസ്കായി, കടിച്ചാൽ പൊട്ടുന്നില്ല. ആ പരുവത്തിലായി. ജാമെല്ലാം ഒരു നാറാൻ തുടങ്ങി. ഉണക്കമുന്തിരിക്ക ഉണ്ടായിരുന്നു, അത് മുഴുവനും പാതി ദിവസം തന്നെ നാശമായിപ്പോയി. പിന്നെ അതിന്റെ കൂടെ ഛർദിയും ഒന്നും പറയണ്ട. 5 ദിവസം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ചേട്ടന്റെ പാസഞ്ചറിന്റെ അദ്ദേഹത്തിനോട് ചോദിക്കും, നിങ്ങളുടെ ആ ടിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ടിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. അവർ ആ ടിക്കറ്റ് നോക്കി. ആഹാ, ഇത് എല്ലാ സംവിധാനമുള്ള ടിക്കറ്റാണല്ലോ. എല്ലാ സംവിധാനം ഉണ്ടായിരുന്നോ? അതെ, എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു. എല്ലാ സംവിധാനം നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആണല്ലോ. ഫുഡ് ഫ്രീ, എല്ലാ ആഡംബര വസ്തുക്കളും നിങ്ങൾക്ക് ഉപയോഗിക്കാം, എല്ലാ ഗെയിമുകളും നിങ്ങൾക്ക് കളിക്കാം, എല്ലാം നിങ്ങൾക്ക് ഫ്രീ. നിങ്ങൾ എടുത്തേക്കുന്ന ടിക്കറ്റ് ഭയങ്കര ലക്ഷറി ടിക്കറ്റാ. സ്വാതന്ത്ര്യം. അദ്ദേഹം അവിടെ തലയെ കൈവച്ച് ഇരുന്നു പോയെന്നാണ് കഥ തീരുന്നത്. അങ്ങനെയാ എന്റെ പ്രിയരെ, ഇതുപോലെയാണ് ഈ ചെറുപ്പക്കാരൻ. ഈ മൂത്തവനെ ഈ വീട്ടിനകത്ത് എല്ലാം ഉപയോഗിക്കായിരുന്നു. പക്ഷേ അവനെ ഉപയോഗിക്കാൻ പറ്റിയതുമില്ല. എന്ന് മാത്രമല്ല, ഈ ഒരു കലിപ്പ് അവൻ അപ്പനോട് കാണിക്കേണ്ടതും വന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്നിട്ട്, ദൈവമേ അതില്ല ഇതില്ല, നാളെ എന്നായിത്തീരും, നാളെ കഴിഞ്ഞ് എന്തായിരിക്കും, ഈ ഒരു വേവലാതിയാണോ നിങ്ങളുടെ ഉള്ളിൽ? അതോ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അവൻ സ്നേഹവാനാണ്, കരുണാസമ്പന്നനാണ്, എല്ലാം നൽകിത്തരുന്നവനാണ് എന്നൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ കൂടെയാണെങ്കിലും ദൈവത്തിന്റെ ആഴം, ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ ദാണ്ടെ ഈ പയ്യനുമായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. സ്തോത്രം. ഈ രാവിലെ സമയം നമുക്ക് ദൈവത്തിന്റെ അടുത്ത് വരാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള അറിവ് പലപ്പോഴും ഞങ്ങളെ, സ്തോത്രം, ഭീതിജനകമായ അവസ്ഥയാണ് ഉളവാക്കുന്നത്. എന്നാൽ ആർദ്രതയും മനസ്സരിവുമുള്ള ഒരു അപ്പന്റെ ഹൃദയം അങ്ങേക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കില്ലാതെ പോയി കർത്താവേ. അതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ പിറുപിറുക്കുന്നവരായിത്തീരുന്നത്. കർത്താവേ, ഈ രാവിലെ സമയം ഞങ്ങളത് തിരിച്ചറിയുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ആരാണെന്ന്, അങ്ങയുടെ കൂടെയുള്ള വാസം എത്ര മനോഹരമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധ്യം അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹൃദയം തുറന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ മേലുണ്ടാകണമേ. പ്രാർത്ഥന കേട്ട നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, 2 മക്കളും പണ്ടങ്ങനെ ജീവിച്ചോ? അതിനേക്കാളും സൂപ്പർ സന്തോഷത്തോടെ ആ വീടിനകത്ത് ഒരുമിച്ച് താമസിച്ചു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.